സൗദിയിലുള്ളവർക്ക് വീണ്ടും ഉംറയ്ക്കും മദീനയിലെ റൗദ ഷെരീഫിൽ പ്രാർത്ഥിക്കുവാനും പെർമിറ്റുകൾ ലഭ്യമായി തുടങ്ങി. ജൂൺ 22 മുതൽ സൗദിയിലുള്ള എല്ലാവർക്കും ഉംറയ്ക്കായി മക്കയിലേക്ക് വരാം. ഉംറ ചെയ്യാനും റൗദ ഷെരീഫിൽ പ്രവേശിക്കാനും നുസൂക്ക് ആപ്പ് വഴി പെർമിറ്റ് എടുക്കണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് സീസൺ അവസാനിച്ചതോടെ വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ഉംറ വിസകൾ അനുവദിച്ചു തുടങ്ങിയതായും തീർത്ഥാടകരെ സ്വീകരിക്കാൻ സജ്ജമായതായും കഴിഞ്ഞ ദിവസം ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇന്നു മുതൽ സൗദിയിലുള്ളവർക്കും ഉംറ പെർമിറ്റുകൾ അനുവദിച്ചു തുടങ്ങിയത്. ഹജ്ജിന്റെ ഭാഗമായി ദുൽഖഅദ് 15 മുതൽ ദുൽഹജ്ജ് 15 വരെ ഉംറ പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിവെച്ചിരുന്നു. ഈ സമയപരിധി ഇന്നത്തോടെ അവസാനിക്കും. നാളെ ദുൽഹജ്ജ് 16 മുതൽ വീണ്ടും സൗദിയിലുള്ളവർക്ക് ഉംറ ചെയ്യാൻ മക്കയിലേക്ക് വരാം. ഉംറ പെർമിറ്റുകൾ നുസ്ക് ആപ്പ് വഴി ഇന്നു മുതൽ തന്നെ ലഭ്യമായി തുടങ്ങി. 2 മണിക്കൂർ വീതമുള്ള 12 ബാച്ചുകളായിട്ടാണ് ഉംറക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നത്. മദീനയിലെ റൗദ ഷെരീഫിലേക്ക് പ്രവേശിക്കുന്നതിനും നുസ്ക് ആപ്പ് വഴി പെർമിറ്റുകൾ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജൂൺ 23 മുതലാണ് റൗദ ഷെരീഫിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുക. അരമണിക്കൂർ വീതമാണ് റൗദ ഷെരീഫിൽ പ്രാർത്ഥനയ്ക്ക് അനുവദിക്കുന്ന സമയം. വർഷത്തിൽ ഒരു തവണ മാത്രമേ റൗദ ഷെരീഫിലേക്ക് പ്രവേശനം അനുവദിക്കൂ. സന്ദർശക വിസയിലുള്ളവർക്കും ഉംറ ചെയ്യാനും റൗദ ഷെരീഫിൽ നമസ്കരിക്കാനും നുസ്ക് ആപ്പിലൂടെ പെർമിറ്റ് ലഭിക്കുന്നതാണെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.